പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം തിരുവചനത്തിൻ്റെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ദൈവവചനം കേട്ടുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം അധ്യായം 12 തിരുവചനം 1. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട് എന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും വിശുദ്ധരുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ എന്തിനാണ് നാം വിശുദ്ധരെ ആദരിക്കുന്നത്? വിശുദ്ധരുടെ ജീവിതം എന്തിനാണ് നമുക്ക് മാതൃകയാകുന്നത് എന്ന് നാം ചോദിക്കാറുണ്ട്. ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: അവർ ക്രിസ്തുവിനെ ഈ ലോകത്തിൽ പ്രതിഫലിപ്പിച്ചവരാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം വചനം പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ പ്രകാശമായി തീരേണ്ടവരാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായി തീരുന്നത് എൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് ആഗീരണം ചെയ്ത് അത് പ്രതിഫലിപ്പിക്കുന്നതിലൂടെയാണ്. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. ഞാനും നിങ്ങളും എങ്ങനെ ലോകത്തിൽ പ്രകാശമായി തീരണം എന്ന് ഈശോ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കാർക്കും സ്വമേധയാ പ്രകാശമായി തീരാനുള്ള കഴിവില്ല. സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം പോലെ സൂര്യൻ്റെ പ്രകാശത്തെ ആഗീരണം ചെയ്ത് ഇരുട്ടിൻ്റെ വഴികളിൽ പ്രകാശമായി എങ്ങനെ ചന്ദ്രൻ മാറുന്നുവോ അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും പ്രകാശമായി മാറേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തു എന്ന പ്രകാശത്തെ, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്? അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകാശ ഗോപുരങ്ങളായി മാറും. ഞാനും നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമായി മാറണം എന്ന് പറയുമ്പോൾ അത് സ്വമേധയാ ഏതെങ്കിലും വിധത്തിലുള്ള പ്രകാശമല്ല, മറിച്ച് ക്രിസ്തു എന്ന പ്രകാശത്തെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അത്രമാത്രം സുതാര്യത നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അത്രമാത്രം വിശുദ്ധിയിലേക്ക് നമ്മൾ വളരണം എന്നുള്ളതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്, ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. 2 കൊരിന്തോസ് ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ഈശോയിലെ വെളിവാകുന്ന പ്രകാശം അത് പിതാവിൻ്റെ പ്രകാശമാണ്, പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സാണ്. വചനം നമുക്ക് ഇങ്ങനെ വായിച്ച് കേൾക്കാം: ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ വെളിവാകുന്ന പ്രകാശം, ക്രിസ്തുവിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പ്രകാശം അതെന്താണ്? അത് ദൈവത്തിൻ്റെ പ്രകാശമാണ്, മഹത്വമേറിയ പ്രകാശമാണ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രകാശത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ് ഈശോ മിശിഹ. ഈശോ മിശിഹായാണ് ഈ പിതാവിൻ്റെ പ്രകാശം, മഹത്വത്തിൻ്റെ തേജസ്. നമ്മുടെ ഇടയിലേക്ക് ആ മഹത്വത്തിൻ്റെ തേജസ് വന്നു പിറന്നു. ആ പ്രകാശത്തെ നമ്മൾ കണ്ടു. ആ പ്രകാശത്തെ നമുക്ക് മുമ്പിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വചനം സങ്കീർത്തനത്തിൻ്റെ 34:5 ഇങ്ങനെ പറയുന്നത്: അവനെ നോക്കുന്നവർ പ്രകാശിതരായി തീരുന്നു. പ്രിയമുള്ളവരെ, അവൻ പ്രകാശമാണ്, അവനാണ് പ്രകാശം, ലോകത്തിൻ്റെ പ്രകാശം. അവനെ നോക്കുന്നവർ പ്രകാശിതരായി തീരുന്നു. വിവാഹത്തിൻ്റെ വേളയിൽ ഒരു തിരി തെളിക്കുന്ന ഒരു കർമ്മം സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മാമോദീസ വേളയിൽ കത്തിച്ച തിരി ജ്ഞാനസ്നാന പിതാവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം, ക്രിസ്തു എന്ന പ്രകാശം സ്വീകരിക്കുന്നതിൻ്റെ ഒരു മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭവനം ആശീർവദിക്കുമ്പോൾ തിരി തെളിച്ചുകൊണ്ട്
ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ ഈ ഭവനത്തിൻ്റെ വെളിച്ചമാകട്ടെ എന്ന് പറയുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ജീവിതത്തിൻ്റെ ജനനമാകട്ടെ, ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നതാകട്ടെ, നമ്മുടെയൊക്കെ അധ്വാനഫലമായ ഒരു കുടുംബം ആശീർവദിക്കപ്പെടുന്ന, ഒരു ഭവനം ആശീർവദിക്കപ്പെടുന്നതാകട്ടെ, എവിടെയാണെങ്കിലും പ്രകാശിക്കേണ്ടത് ക്രിസ്തു എന്ന പ്രകാശമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കേണ്ടത്, റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, പ്രതിഫലിക്കേണ്ടത് ക്രിസ്തു എന്ന പ്രകാശമാണ്. ഞാനും നിങ്ങളും ക്രിസ്തു എന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ പ്രകാശമാണ് മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത്. അപ്പോൾ നമ്മൾക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ നിറവേറുന്നത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇരുളിൻ്റെ നിഴലിൽ കഴിഞ്ഞവർക്ക് വലിയൊരു പ്രകാശം ദർശിച്ചുവെന്ന് മത്തായി സുവിശേഷകൻ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ഇസ്രായേലിൻ്റെ വലിയ ഒരു പ്രകാശത്തെ നമ്മൾ ഈ ലോകത്തിൽ ദർശിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രവചനം. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സബലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം ദർശിച്ചു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ദർശിക്കുന്ന മഹത്തായ ഒരു പ്രകാശമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഈ പ്രകാശത്തെക്കുറിച്ച് മത്തായി സുവിശേഷകൻ എടുത്ത് എഴുതുന്നത്. പ്രവാചകൻ പറഞ്ഞതുപോലെ, ഇതാ സെബലൂണിൻ്റെയും നഫ്താലിയുടെയും ഇരുളാർന്ന പ്രദേശങ്ങളിൽ ഗലീലയിൽ ഒരു വലിയ പ്രകാശം ഉദിച്ചുയർന്നിരിക്കുന്നു. വിമോചനത്തിൻ്റെ വലിയ പ്രകാശം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പ്രവചനം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി സുവിശേഷത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു കടന്നു വരുന്നുണ്ട്. ഇന്നും ഈ ഗോതമ്പപ്പത്തിൽ, ഈ തിരുവോസ്തിയിൽ, വിശുദ്ധ കുർബാനയിൽ മഹത്വപൂർണനായി പ്രകാശമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വരുമ്പോൾ ആ പ്രകാശത്തോട് നമ്മൾ എടുക്കുന്ന റെസ്പോൺസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. പ്രകാശം ലോകത്തിലേക്ക് കടന്നു വരുന്നു. ആ ക്രിസ്തു എന്ന പ്രകാശത്തെ ആഗീരണം ചെയ്ത് വേണം ഞാൻ ലോകത്തിൽ പ്രകാശിക്കാൻ ഇടയാകേണ്ടതെന്ന് പറയുന്നു. അവിടെ ചോദ്യം ഇതാണ്: ഹൗ വി റെസ്പോണ്ട് ടു ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഈശോ മിശിഹ എന്ന ലോകത്തിൻ്റെ പ്രകാശത്തോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെയാണ് ഈ പ്രകാശത്തോട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായം 19-20 തിരുവചനങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 19-20 തിരുവചനങ്ങൾ. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുന്ന പ്രവണത, അതാണ് പാപത്തിൻ്റെ മേഖല, അതാണ് ശിക്ഷാവിധി. മോചനം വേണ്ട മേഖലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ മോചനം നൽകുന്ന പ്രകാശത്തെ നിരാകരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ബന്ധനങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ കഠിനവും സങ്കീർണവുമാക്കി തീർക്കും. പ്രിയപ്പെട്ടവരെ, പ്രകാശം കടന്നു വന്ന് മോചനം ലഭിക്കേണ്ട മേഖലകളിൽ നമ്മൾ ആ പ്രകാശത്തെ നിരാകരിച്ച് ജീവിക്കുന്നു. ഇവിടെ വചനം പറയുകയാണ്, ഇതിൽ വലിയ ശിക്ഷ എന്താണ് വരാനുള്ളത്? ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നുമില്ല. പ്രിയമുള്ളവരെ, ആരാണ് പ്രകാശത്തെ നിഷേധിക്കുന്നത്? ആരാണ് പ്രകാശത്തെ നിരോധിച്ച് ജീവിക്കുന്നത്? ആരാണ് പ്രകാശത്തെ വേണ്ട എന്ന് പറയുന്നത്? അവൻ തിന്മ നിറഞ്ഞ് ജീവിക്കുന്നവനാണ്. പ്രകാശം വേണ്ട എന്ന് പറയുന്നവൻ അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുമെന്നുള്ള ഭയമുള്ളവനാണ്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ മക്കളായി തുടരുന്ന ജീവിതശൈലിയിൽ നിന്നും ഇനിയെങ്കിലും മാനസാന്തരപ്പെടുവാൻ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രകാശത്തെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കുന്ന, പ്രകാശത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന, ദൈവകൃപയെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ശൈലിയിൽ നിന്ന് നമുക്ക് മാറുവാൻ വേണ്ടിയിട്ട് സാധിക്കണം.
പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ കൂട്ടുകെട്ട്, ഇരുട്ടിനോടുള്ള കൂട്ടുകെട്ട് അത് രഹസ്യമായി നമ്മൾ തുടരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് യോഹന്നാൻ ശ്ലീഹ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതെന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് വായിക്കാം. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശരിക്കുമുള്ള സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ദൈവത്തിൽ അന്ധകാരമില്ലെങ്കിൽ അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, വചനം കൃത്യമായിട്ട് പറയുകയാണ്, വാക്കുകൊണ്ട് വെറുതെ പറഞ്ഞാൽ പോരാ. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് വാക്കുകൊണ്ട് വെറുതെ പറഞ്ഞാൽ പോരാ. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണെന്ന് വാക്ക് പറഞ്ഞാൽ പോരാ. മറിച്ച് എൻ്റെ ജീവിതം അവനാകുന്ന പ്രകാശത്തിൽ ചരിക്കുന്നതാകണം. അവനാകുന്ന പ്രകാശത്തിൽ ചരിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ടാവണം. അവനാകുന്ന പ്രകാശത്തിൽ ചരിക്കാത്ത ജീവിതങ്ങളെല്ലാം സാത്താനോട് കൂട്ടുകൂടുന്ന, ഇരുട്ടിനോട് കൂട്ടുകൂടുന്ന, വെളിച്ചത്തേക്ക് വരാൻ മടിക്കുന്ന വ്യക്തികളാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം പറയുകയാണ്, ഈ വ്യാജം ജീവിതം അവസാനിപ്പിക്കുക, ഈ കപടതയുടെ അഭിനയത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കുക. പ്രകാശമായ ക്രിസ്തുവിൻ്റെ തേജസ് നമ്മുടെ മുഖത്തും പ്രകാശിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രകാശം കണ്ട മോശയുടെ മുഖം പോലെ നമ്മുടെ മുഖവും വെട്ടിത്തിളങ്ങട്ടെ. ദൈവത്തിൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറട്ടെ. ജനതകളുടെ പ്രകാശം എന്നാണ് സഭയെക്കുറിച്ചുള്ള പ്രബോധനത്തിന് വത്തിക്കാൻ സുനഹദോസ് നൽകിയ പേര്. സഭയെക്കുറിച്ചുള്ള പഠനത്തിന് വത്തിക്കാൻ സുനഹദോസിൽ, 2-ാം വത്തിക്കാൻ സുനഹദോസിൽ നൽകിയ പേര്, ആ പ്രബോധനത്തിൻ്റെ പ്രമാണരേഖയുടെ പേര് ലൂമൻ ജെൻസിയം എന്നാണ്. ജനതകളുടെ പ്രകാശം. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ ജനതകൾ? അവിശ്വാസികൾ, വിശ്വാസമില്ലാത്തവർ, ക്രിസ്തുവിനെ അറിയാത്തവർ. അവരെങ്ങനെ ക്രിസ്തു എന്ന പ്രകാശത്തെ ദർശിക്കും? ജനതകൾ എങ്ങനെ ക്രിസ്തു എന്ന പ്രകാശത്തെ ദർശിക്കും? മറ്റാരിലൂടെയുമല്ല, എന്നിലൂടെ ദർശിക്കണം. ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ പ്രചരിപ്പിക്കുന്ന വ്യക്തിയായി ഞാൻ മാറണം. അപ്പം അതാണ് ഓരോ ക്രൈസ്തവൻ്റെയും ആത്യന്തികമായ വിളി. അതാണ് സഭയുടെ വിളി. സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ വണങ്ങുന്ന വ്യക്തികളുടെ സമൂഹമാണ്. ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന മൗതിക ശരീരം സഭയിലെ അവയവങ്ങളാണ്, അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം അത്തരത്തിൽ ഞാനെന്ന അംഗം, ഞാനെന്ന വ്യക്തി പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ സഭ മുഴുവൻ പ്രകാശിക്കും. അതിന് മാതൃകകളാണ് വിശുദ്ധർ. പ്രിയമുള്ളവരെ, ആരാണ് വിശുദ്ധർ? നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം ഉണ്ട് എന്ന് വചനം ആരംഭിച്ച, ഈ വിചിന്തനം ആരംഭിച്ച നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. നമുക്ക് ചുറ്റുമുള്ള സാക്ഷികൾ നമ്മളോട് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ചവരാണ്. ഒരുപക്ഷെ സിറോ മലബാർ സഭയുടെ കാലക്രമത്തിലെ പിറവിക്കാലത്തിന് ശേഷം, മംഗളവാർത്താക്കാലവും പിറവിക്കാലവും കഴിഞ്ഞു വരുന്ന ഈശോയുടെ ജ്ഞാനസ്നാനത്തോടനുബന്ധിച്ചുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള, ധനഹായോടനുബന്ധിച്ചുള്ള തിരുനാൾ ആണ് ധനഹാ കാലത്തിലെ ആദ്യ വെള്ളിയിൽ ആഘോഷിക്കുന്ന യോഹന്നാൻ മാംദാനയുടെ തിരുനാൾ. ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയെ ലോകത്തിൽ ഇത്ര കണ്ട് പ്രതിഫലിപ്പിച്ച മറ്റൊരു വ്യക്തിയുമില്ല. ക്രിസ്തു എന്ന പ്രകാശത്തെ സ്വജീവനിലൂടെ, സ്വജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പോലും, തൻ്റെ ഗളച്ഛേദം സംഭവിക്കുന്ന, തൻ്റെ തല അറുത്ത് മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ പോലും അറുത്തിട്ട തലയിലും തൻ്റെ നാവ് കൊണ്ട് സത്യത്തിന് വേണ്ടി സാക്ഷ്യം നൽകിയ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ. അതാണ് ധനഹാ കാലത്തിലെ ആദ്യ തിരുനാൾ. ഈ സ്നാപകനെ കുറിച്ച് ഈശോ നൽകുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് ഈശോ നൽകുന്ന ഒരു സാക്ഷ്യം യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ ജീവിതം കരിന്തിരി കത്തിയ ജീവിതമല്ല, കത്തിജ്വലിച്ച, കത്തിക്കാളുന്ന ഒരു ജീവിതം. ജീവിതം പ്രകാശമാനമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ, അവനാണ് സ്നാപക യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള വിശുദ്ധരെല്ലാം ജീവിതത്തിൽ ഈ ഒരു വലിയ ദൗത്യം നിറവേറ്റിയവരാണ്.
ഒറ്റ ദൗത്യമേ വിശുദ്ധർക്കുണ്ടായിരുന്നുള്ളൂ. അത് ക്രിസ്തു എന്ന പ്രകാശത്തെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വിളിക്കപ്പെട്ടവരാണ് തങ്ങളെന്നുള്ള ബോധ്യം അടിയുറച്ച് വിശ്വസിച്ചവരും ജീവൻ പണയപ്പെടുത്തിയവരും ജീവൻ നഷ്ടപ്പെടുത്തിയവരുമാണ് അവർ. അങ്ങനെ ക്രിസ്തു എന്ന പ്രകാശം കത്തിജ്വലിക്കുവാൻ സ്വയം വ്യയം ചെയ്ത ജീവിതങ്ങളാണ് വിശുദ്ധരുടെ ജീവിതങ്ങൾ. വീണ്ടും നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് പൗലോസ് അപ്പസ്തോലൻ. നടപടി പുസ്തകത്തിൻ്റെ 26-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ മാനസാന്തര കഥ പറയുന്നുണ്ട്. എനിക്ക് മറ്റ് മാനസാന്തര കഥകളുടെ വിവരണത്തെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു വിവരണമാണ്. കാരണം അവിടെ പറയുന്ന വാക്കുകൾ കുറച്ചുകൂടി തീവ്രമാണ്. അപ്പസ്തോല പ്രവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം: അല്ലയോ രാജാവേ, മധ്യാഹ്നമായപ്പോൾ വഴിമധ്യേ ആകാശത്തു നിന്ന് സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം എൻ്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിക്കുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാക്കുകൾ ശ്രദ്ധിക്കണം. മധ്യാഹ്നത്തിലാണ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അതിൻ്റെ ഉച്ചകോടിയിൽ കത്തി നിൽക്കുന്ന സമയമാണ്. സൂര്യൻ കത്തി ജ്വലിക്കുന്ന സമയത്ത് അതിനെ വെല്ലുന്ന ഒരു ശോഭ, സൂര്യൻ്റെ പ്രകാശത്തെ മറികടക്കുന്ന ഒരു ശോഭ, അതെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വലിയ ആഴമുള്ള അർത്ഥമുള്ള വാക്കുകളാണ്. നമ്മളൊക്കെ സയൻസ് ക്ലാസ്സിൽ, കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഒരു വസ്തുവിനെ നാം കാണുന്നു. പ്രകാശം വസ്തുവിൽ തട്ടി അത് പ്രതിഫലിക്കുമ്പോൾ, അത് കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ കാണുന്നത് ലോകം നൽകുന്ന പ്രകാശം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഈ ലോകത്തിലെ സാധാരണ പ്രകാശമാണ് കാഴ്ചപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കുക. ഞാനും നിങ്ങളും ചില കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രകാശധോരണിയിൽ നിന്നുകൊണ്ടാണ്. ഇതുപോലെയായിരുന്നു പൗലോസ് അപ്പസ്തോലൻ. സാവൂൾ എന്ന ചെറുപ്പക്കാരനായിരുന്ന കാലഘട്ടത്തിൽ, സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അധികാരത്തിൻ്റെ കുതിരപ്പുറമുണ്ട്, തീവ്രതയുടെ തീഷ്ണതയുടെ തേരോട്ടമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ആജ്ഞ നൽകപ്പെട്ടതിൻ്റെ അധികാരപത്രമുണ്ട്. അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്ത് ആജ്ഞാപത്രവുമായി കുതിച്ചു പായുന്ന സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം മുഴുവനെയും ലോകത്തിൻ്റെ സൂര്യപ്രകാശത്തിൽ നോക്കിക്കണ്ടു. എല്ലാം കീഴടക്കേണ്ടതാണെന്നും തൻ്റെ ചിന്തകൾ മാത്രമാണ് ശരിയെന്നും വിചാരിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്തു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായത് എപ്പോഴാണ്? അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത് സൂര്യപ്രകാശത്തെ വെല്ലുന്ന ഒരു ശോഭ. സൂര്യപ്രകാശത്തിനും അപ്പുറത്തേക്ക്, അത് നൽകുന്ന കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട്, ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് അവൻ്റെ ജീവിതത്തെ തകിടം മറിച്ചു. അതുകൊണ്ടാണ് പൗലോസിൻ്റെ മാനസാന്തര കഥയിൽ നമ്മൾ കാണുന്നത് അവൻ്റെ കണ്ണിൽ നിന്ന് ചിതമ്പല് പോലെ എന്തോ ഒന്ന് ഇളകിപ്പോയി. ഞാൻ പറയും, ആധുനിക കാലഘട്ടത്തിൽ കണ്ണാടി ഒഴിവാക്കി ലെൻസ് വയ്ക്കുന്നവരാണ് പലരും. ആ കണ്ണിലെ ലെൻസ് വയ്ക്കുന്നത് പോലെ ഒരു ലെൻസ് പൗലോസ് വെച്ച് നടന്നിരുന്നു. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, ഈ ലോകത്തിൻ്റെ ചിന്താഗതി. കർത്താവ് ഇടപെട്ടപ്പോൾ അവൻ്റെ കണ്ണിലെ ആ ലെൻസ് എടുത്തു മാറ്റി. എന്നിട്ട് കർത്താവിൻ്റെ കണ്ണിൻ്റെ ലെൻസ് വെച്ചു കൊടുത്തു. പൗലോസ് അപ്പസ്തോലൻ എന്ന് പറയുന്ന വ്യക്തി കർത്താവിൻ്റെ കണ്ണിൻ്റെ ലെൻസിലൂടെ പിന്നെ കാണാൻ തുടങ്ങുകയാണ്. കാഴ്ചപ്പാട് മാറി. പ്രിയപ്പെട്ടവരെ, പൗലോസ് ദമാസ്കസിലേക്ക് യാത്ര ചെയ്യുന്ന പൗലോസ് മരുഭൂമിയിലേക്ക് പോയി പ്രാർത്ഥനയിലിരുന്നു. കണ്ടോ, ജീവിതത്തിൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത് ഈ പ്രകാശത്തെ ദർശിക്കുന്നിടത്ത് സംഭവിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശത്തെ, ഈ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ്, എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എൻകൗണ്ടർ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ മാറുകയാണ്. ഈ അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൻ്റെ 26-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം, അത് എന്നെ എന്തിനാണ് രക്ഷിച്ചതെന്ന് പൗലോസ് അപ്പസ്തോലന് ബോധ്യം കിട്ടുകയാണ്. വചനം പറയുകയാണ്, അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും, എന്നെപ്പോലെ കണ്ണിൽ വേറെ ലെൻസ് വച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കുവാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അവരൊത്തിരി പേര് കാഴ്ചപ്പാടിൽ തെറ്റിപ്പോയവരാണ്. അവരൊത്തിരി പേര് ഇന്നും പാപത്തിൻ്റെ ഇരുട്ടിൽ കഴിയുന്നവരാണ്. അവർക്കൊരു പ്രകാശധോരണിയായി, പ്രകാശഗോപുരമായി ഞാൻ മാറേണ്ടതുണ്ട്. ഈ വചനം 23-ാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോൾ പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, ഈ പ്രകാശത്തെ വിളംബരം ചെയ്യണമെന്നാണ് എന്നെ അവൻ നിയോഗിച്ച് പറഞ്ഞത്. പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന പ്രകാശത്തെ ലോകത്തിൽ വിളംബരം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയണം,
ക്രിസ്തു എന്ന പ്രകാശത്തെ കണ്ടുമുട്ടിയാൽ ജീവിതം മാറും. ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങും. മോശയുടെ ജീവിതം എനിക്ക് വളരെ മാനസാന്തരത്തിൻ്റെ വഴികളിൽ സന്തോഷം നൽകുന്ന ഒരു വചനമാണ്. മോശ പ്രകാശം കാണുകയാണ്. ഹൊറേബിലെ മലയിൽ, ദൈവത്തിൻ്റെ മലയിൽ ഒരു വലിയ അഗ്നി കാണുന്നു. ഒരു ആട്ടിടയനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഒരു പുതുമയുണ്ട്. ആ അഗ്നിയിൽ ചാരമുണ്ടാകുന്നില്ല. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം നോട്ട് ചെയ്യുന്ന മോശ തൻ്റെ ജീവിതത്തിൽ അതിലേക്ക് കയറി ചെല്ലുമ്പോൾ മോശയോട് ദൈവമായ കർത്താവ് പറയുകയാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റണം. പ്രിയമുള്ളവരെ, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റാൻ മോശയോട് പറയുമ്പോൾ മോശയുടെ ചെരുപ്പ് എന്താണ് എന്ന് ഹെബ്രായ ലേഖന കർത്താവ് പറഞ്ഞു തരും. ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ മോശ ഇട്ടിരുന്ന ചെരുപ്പ് എന്ത് എന്ന്, അന്നുവരെ അവൻ നടന്നു തീർത്ത വഴി എന്ത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11:25 ഇവിടെ പറയുകയാണ്, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. കേൾക്കുമ്പോൾ വളരെ പോസിറ്റീവായി തോന്നാമെങ്കിലും ആഴത്തിൽ ധ്യാനിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്ന ഒരു ജീവിതമാണ് മോശയ്ക്കുണ്ടായിരുന്നത്. ശ്രദ്ധിച്ചേ, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്ന ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ജീവിക്കുമ്പോൾ തന്നെ ഒരു ബെറ്റർ ഹാഫ് അവൻ്റെ ജീവിതത്തിനുണ്ട്. ഒരു നല്ല പകുതി അവനുണ്ട്. എന്താണ്? ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ അവൻ പങ്കുചേരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവനൊരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. അതായത് രണ്ട് വ്യക്തിത്വം അവനുണ്ട്. ഒരു പാച്ച് പേഴ്സണാലിറ്റി. ആധുനിക സൈക്കോളജിയിൽ, മനഃശാസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതയെ പറയുന്ന പേരെയാണ് പാച്ച് പേഴ്സണാലിറ്റി. രണ്ട് തരത്തിലുള്ള വ്യക്തിത്വം ഒരേ സമയം സൂക്ഷിക്കുന്നു. മോശ ഒരേ സമയം ജനത്തിന് വിമോചകനാകാൻ ശ്രമിക്കുന്നു, ഒരേ സമയം പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നു. ഒരേ സമയം തിന്മയിൽ പോകുന്നു, ഒരേ സമയം നന്മയിലേക്ക് ജനത്തെ നയിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് അതിൻ്റെ പരിണിതഫലം? അതിൻ്റെ പരിണിതഫലം എന്ന് പറയുന്നത്, മോശ തൻ്റെ പ്രവർത്തികളിൽ സക്സസ്ഫുൾ ആകുന്നില്ല. ഈ പ്രകാശത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മോശയുടെ വഴി, മോശ ഇട്ടിരിക്കുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ നൈമിഷിക സുഖം ആസ്വദിക്കുകയും അതോടൊപ്പം തന്നെ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാൻ ചെല്ലുകയും ചെയ്തു. ജനം അവനെ അംഗീകരിച്ചില്ല. ജനം അവനെതിരെ മുറവിളി കൂട്ടി അവൻ അവിടുന്ന് ഒളിച്ചോടി. അങ്ങനെയാണ് ഇപ്പോൾ ഈ മുൾപ്പടർപ്പിന് മുമ്പിൽ അവൻ വന്ന് നിൽക്കുന്നത്. മോശ വന്ന് നിൽക്കുന്നത്, മുൾപ്പടർപ്പിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കേവലം മോശ ഈ ആടിനെ മേയിച്ച് നടക്കുന്നതുകൊണ്ടല്ല, മോശ ഒളിച്ചോടിയതാണ്. എന്തുകൊണ്ട് ഒളിച്ചോടേണ്ടി വന്നു? അവന് ഒരു ഡബിൾ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട്. പാപത്തിൻ്റെ നൈമിഷികങ്ങളുടെ ജീവിതവും അതോടൊപ്പം തന്നെ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനുള്ള ആഗ്രഹവും രണ്ടും കൂടെ ഒരുമിച്ച് പോവുകയില്ല. അതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, ചെരുപ്പഴിച്ച് മാറ്റിയാൽ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് അവരെ വിമോചിപ്പിക്കാനുള്ള ലീഡറാക്കി നിന്നെ ഞാൻ മാറ്റും. കണ്ടോ പ്രിയമുള്ളവരെ, പ്രകാശം കണ്ടു, ജീവിതത്തിൽ മാറ്റം വന്നു. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളുടെ ചെരുപ്പ് മോശ അഴിച്ചു മാറ്റി. ഇനി ദൈവജനത്തിൻ്റെ ലീഡർഷിപ്പിൽ മോശ വിജയിച്ചു. ദൈവജനത്തിൻ്റെ ലീഡർഷിപ്പിൽ മോശ വിജയിച്ചത് പാപത്തിൻ്റെ രക്ഷകളെ അഴിച്ചു മാറ്റിയതോടുകൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. അതുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നീക്കിക്കളഞ്ഞ് ക്രിസ്തു എന്ന പ്രകാശത്തെ നമുക്ക് ലോകത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതം അതിനായി മാറ്റിവെക്കപ്പെട്ടതാണ്. ജനതകളുടെ പ്രകാശമാണ് സഭ. പ്രകാശമായി ലോകത്തിൽ തീരുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ, പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സിനെ ഇന്നും വിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ മുമ്പിൽ ഉയർത്തുമ്പോൾ ആ പ്രകാശത്തെ ദർശിക്കുവാനും ജീവിതത്തിൽ ആ പ്രകാശം ഏറ്റുവാങ്ങി മനസാന്തരാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.